കൂട്ടുകാർക്ക് ശുഭദിനം നടന്നുകൊണ്ട് നമുക്ക് ഗൗതമിന്റെ അളകനന്ദയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയല്ലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അരുന്ധതി ഗൗതമും പിങ്കിയൊക്കെ അടുത്ത് നിന്ന് ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്ന കണ്ടിങ്ങനെ സന്തോഷത്തോടെ നിൽക്കുവാണ്. കാരണം നന്ദയ്ക്കിട്ടുള്ള ഒരു പണിയാണ്. പാപം നന്ദ ഇതൊക്കെ കണ്ടിങ്ങനെ വിഷമിച്ച് നിൽക്കുവാണ്. നന്ദയ്ക്ക് എന്തേലും പറയാനും ചെയ്യാനൊക്കെ പറ്റുമോ? ആ സമയം അതൊന്നും പോരാഞ്ഞിട്ട് അരുന്ധതി മോഹിനിയും ലക്ഷ്മിയും കൂടെ അകത്തേക്ക് വിളിക്കുകയാണ്. വിളിച്ചോണ്ട് പോയിട്ട് പറഞ്ഞു, അതെ അവൾക്കൊട്ട് ഒരു പണിയും കൂടെ കൊടുക്കണമെന്ന് പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ മോഹിനി ചോദിച്ചു, അല്ല ഏട്ടത്തി എന്താ ഉദ്ദേശിക്കണേ? അതെ, ഒരു വലിയ പ്ലാൻ തന്നെയുണ്ട്. അത് നടത്തുവാണെങ്കിൽ എല്ലാവരുടെ മുന്നിൽ നാണം കെട്ട് തൊലി ഉരിഞ്ഞ് അവള് നിൽക്കുമെന്ന് പറയാ. ഈ സമയം മോഹിനി പറഞ്ഞ്, കാര്യം എന്താന്ന് വെച്ചാൽ പറ. അങ്ങനെ അരുന്ധതി തന്റെ മനസ്സിലുള്ള ആ തന്ത്രം അങ്ങോട്ട് മോഹിനിയോടും ലക്ഷ്മിയോടും പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ മോഹിനി പറഞ്ഞു, ഈ കാര്യം ഞാൻ ഏറ്റു, ഞാൻ ചെയ്തോളാം. ഇതാണോ? ഇത് എത്ര നിസാരമായ കാര്യം. ഇതോട് കൂടിയിട്ട് അവള് നാറും എന്നുള്ള കാര്യം ഉറപ്പായെന്ന് പറയാം. പിന്നീട് അരുന്ധതി പറഞ്ഞു, ഒരു കാരണവശാലും അവൾ ഇവിടെ നിന്ന് സന്തോഷത്തോടെ പോവരുതെന്ന് പറയണം. അങ്ങനെ ക്രൂരമായ 3 മനസ്സുകൾ ചേർന്ന് നന്ദേനെ മെരുക്കാനായിട്ട് അല്ലെങ്കിൽ നന്ദേനെ നാണം കെടുത്താനായിട്ട് ആ പുതിയ പ്ലാനൊക്കെ തയ്യാറാക്കുകയാണ്. ഈ സമയം ജഗന്നാഥനും മഹേശ്വരനും കൂടെ മദ്യമൊക്കെ കഴിച്ച് അതിന് സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ്. അങ്ങനെ അവരുടെ അടുത്തേക്ക് മോഹിനി വരുവാണ്. അപ്പം മോഹിനിയുടെ ഒരു കൈ ജ്യൂസൊക്കെ ഉണ്ട് ഒരു ഗ്ലാസ്സിൽ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പത്തിന് മോഹിനി പറഞ്ഞു, ആഹാ നിങ്ങൾ ടച്ചിങ്സ് ഒന്നും അല്ല ഇല്ലാതെയാണോ കഴിക്കണമെന്ന് നിൽക്കും. ആ അത് കൊള്ളാലോ, ടച്ചിങ്സ് ഒക്കെ ഇല്ലാതെ എങ്ങനെയും മദ്യം കുടിക്കുന്നത്? എന്താ ടച്ചിങ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കയ്യില് പാത്രത്തിലിരിക്കുന്ന ടച്ചിങ്സ് അങ്ങോട്ട് കൊടുക്കുകയാണ്. ആ സമയം മഹേശ്വരൻ പറഞ്ഞു, എടാ ജഗ നീ അല്ലേ പറഞ്ഞേ മോഹിനിക്കാണെങ്കിൽ ഒന്നും അറിയത്തില്ല, അല്ലെങ്കിൽ മോഹിനിയുടെ സ്വഭാവം ശരിയല്ലെന്ന്. ഇപ്പൊ കണ്ടില്ലേ ഭർത്താവിന് ടച്ചിങ്സുമായിട്ട് വരുന്ന ഭാര്യ. എടാ ഇത്രയും നല്ലൊരു ഭാര്യനെ വേറെ എവിടെ കിട്ടുമെന്ന് ചോദിക്കുക. പെട്ടെന്ന് ജഗന്നാഥൻ പറഞ്ഞു, എന്റെ ദൈവമേ ഇതെന്തൊരു അത്ഭുതം, ഇത് പതിവില്ലാത്ത ആളല്ലോ എന്ന് പറയണം. പെട്ടെന്ന് മഹേശ്വരൻ പറഞ്ഞു, എന്റെ ഭാര്യ ലക്ഷ്മിയെങ്ങാനും ആയിരിക്കണം, മദ്യത്തിന്റെ മണം കേട്ട് കഴിഞ്ഞിട്ടാണ്ട് അവൾ ഓടൂന്ന് പറയാണ്. പക്ഷെ നിന്റെ ഭാര്യനെ സമ്മതിച്ചു തന്നിരിക്കുന്നു കേട്ടോ. ഇങ്ങനെ വേണം ഭാര്യമാരാണെങ്കിൽ മോഹിനിയെ കണ്ടുപിടിക്കണം എന്ന് പറയാം. മോഹിനി പറഞ്ഞു, അത് പിന്നെ ഇങ്ങനെ വെറുതെ മദ്യം കുടിക്കുന്നോണ്ട് ഒരു രസമില്ലല്ലോ, അതുകൊണ്ടാണ് ഞാനിതൊക്കെ ഉണ്ടാക്കി പ്രിക്കും കൂടെ വന്നേന്ന് പറയാം. അതെന്താളും നന്നായെന്ന് ജഗന്നാഥൻ പറയണം. അല്ല നിങ്ങൾ ഇത്ര പെട്ടെന്ന് ഈ കുപ്പി മൊത്തം കാലിയാക്കിയെന്ന് ചോദിക്കണം. ഏയ് എവിടെന്ന്, ഞങ്ങൾ അങ്ങനെ കാലിയാക്കുവോ? അതെ പുറത്ത് ചൂടായതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് കയറിയെന്നുള്ളൂ, ബാക്കി മദ്യം അവിടെ ഇരിപ്പുണ്ടെന്ന് പറയണം. എന്നാ ശരി നിങ്ങൾ കഴിക്കുന്നു പറഞ്ഞിട്ട് പതുക്കെ മോഹിനി അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണ്. മോഹിനി നേരെ ചെല്ലുന്ന ആ മദ്യം വെച്ച സ്ഥലത്തേക്കായിരുന്നു. അപ്പൊ അവര് നേരത്തെ കുടിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് ടേബിളിൽ മദ്യക്കുപ്പി ഇരിപ്പുണ്ടായിരുന്നു. മോഹിനി ചെന്നു. മോഹിനി എന്നിട്ട് ആ ജ്യൂസിനകത്തേക്ക് കുറെ മദ്യം അങ്ങോട്ട് ഒഴിക്കുകയാണ്. പകുതി ജ്യൂസം ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി ഫുള്ള് മദ്യം ഒഴിച്ച് അതും കൂടെ നിറച്ചു. ഈ എന്നോടാ കളി കാണിച്ചു കൊടുക്കാം എന്നും പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോവാണ്. അകത്ത് എന്നിട്ട് നേരെ കനകമ്മയുടെ അടുത്തേക്കാണ് ചെല്ലുന്നത്. അപ്പൊ കനകമ്മ ജ്യൂസൊക്കെ എടുത്തോണ്ടിരിക്കുകയായിരുന്നു. കനകമ്മ എടുത്ത് എന്നിട്ട് പറഞ്ഞു, കനകമ്മേ ഇത് അവളുണ്ടല്ലോ ആ നന്ദ, അവൾക്ക് കൊടുക്കണോന്ന് പറയണ. നന്ദയ്ക്കോ? അതെന്തിനാ കൊച്ചമ്മേ നന്ദയ്ക്ക് കൊടുക്കുന്നേ? പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാൽ മതി, അവൾക്ക് മാത്രം കൊടുക്കാവുള്ളൂ പറയാം. എന്താ കൊച്ചമ്മേ ഇതിനകത്ത് വല്ലതും കലക്കിയിട്ടുണ്ടോ? അവളെ കൊല്ലാനുള്ള വല്ല പൊടിയുണ്ടോന്ന് ചോദിക്കും. അങ്ങനൊന്നും ഇല്ല, തൽക്കാലത്തേക്ക് ആ കാര്യം ഓർത്ത് നീ പേടിക്കണ്ട, പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാൽ മതി എന്ന് പറയും. ഞാൻ ചെയ്യാം എന്ന് പറയണ. എന്തോ നന്ദക്കുഞ്ഞിനോട് ഒരു ദേഷ്യം ഉണ്ടല്ലോ എന്ന് പറയും. അതെ ഞാൻ തീരുമാനിച്ചോളാം, നീ വലിയ വലിയ കാര്യങ്ങളൊന്നും ഇടപെടണ്ട, പറയുന്ന കാര്യം അങ്ങോട്ട് ചെയ്താൽ മതി എന്ന് പറയാം. കനകമ്മ അങ്ങോട്ടേക്ക് പോവണം. കനകപ്പ പോയി കഴിഞ്ഞപ്പോഴത്തേനും അരുന്ധതിയുടെ ലക്ഷ്മിയുടെ അടുത്തേക്ക് മോഹിനി ഇല്ലുവേണം. മോഹിനി എന്നിട്ട് പറഞ്ഞു, ദേ എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കിയിട്ടുണ്ട് ഏട്ടത്തി, കണ്ടു അവള് ജ്യൂസ് കുടിക്കുന്ന നന്ദ, ആ ജ്യൂസിനകത്തെ മദ്യം കലർത്തിയിട്ടുണ്ടെന്ന് പറയാം. കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയണം. അങ്ങനെ ക്രൂരമായ മുഖത്തോടു കൂടി 3 പേരും കൂടെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നന്ദ ജ്യൂസ് കുടിക്കും, നന്ദ ആകെപ്പാടെ എല്ലാവരുടെ മുന്നിൽ നാണം കിടും എന്നൊക്കെ അവർ കരുതിയിട്ട് ഈ സമയം നന്ദൂട്ടനും ഗൗരിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടത്തേക്ക് പിങ്കിയും കൂടെ വന്നു. പിന്നീട് പിങ്കി വന്നിട്ട് നന്ദയോട് ഓരോ കാര്യങ്ങളൊക്കെ പറയണം. അപ്പോഴേക്കും കനകമ്മ എങ്ങോട്ടേക്ക് വന്നു. കനകമ്മ വന്നിട്ട് നന്ദയോട് പറഞ്ഞു, മോളെ ഈ ജ്യൂസ് കുടിക്കാൻ പറയണം. എനിക്ക് വേണ്ടാന്ന് പറയാ. നന്ദയ്ക്ക് കുടിക്കാൻ പറ്റുമോ? കാരണം ഒന്നുമല്ലേലും ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഓർത്ത് നന്ദയുടെ മനസ്സ് വേദനിച്ചുകൊണ്ടിരിക്കുക. ഗൗരിമോൾക്ക് വേണ്ടി മാത്രം നന്ദ അവിടെ നിൽക്കുന്നത് പോലും, അവളെ വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് മാത്രം. ആ സമയം കനകം പറഞ്ഞു, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, മോൾ ഈ ജ്യൂസ് കുടിക്കണം എന്ന് പറയാം. എനിക്ക് വേണ്ട, എനിക്കിപ്പോൾ ജ്യൂസ് വേണ്ട, എനിക്കിപ്പോൾ ജ്യൂസ് കുടിക്കുന്ന ശീലമൊന്നും ഇല്ലാന്നൊക്കെ പറയണം. ഈ സമയത്ത് ഞാൻ അങ്ങനെ ജ്യൂസ് കുടിക്കാറില്ലെന്ന് പറയാം. അത് കേട്ടപ്പോൾ പിന്നെ കനകമ്മയ്ക്ക് എന്ത് ചെയ്യണമെന്ന് നടത്തില്ല, നിർബന്ധിച്ച് അങ്ങനെ കുടിപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പോഴേക്കും കനക പറഞ്ഞു, എന്നാ ശരിയെന്ന് പറഞ്ഞ് തിരിഞ്ഞു നടക്കുമ്പോഴത്തേനും പിങ്കി പറഞ്ഞു, ഇങ്ങോട്ട് കൊണ്ടുവന്നല്ലേ, ഇങ്ങോട്ട് തന്നേരെ, നല്ല ദാഹം ഉണ്ടിരിക്കും, ഞാൻ കുടിച്ചോളാന്ന് പിങ്കി പറയണം. അത് കണ്ടുകൊണ്ടിരുന്ന ലക്ഷ്മി മോഹിനി അരുന്ധതിയും കൂടെ നെഞ്ചത്ത് കൈവെക്കുവാണ്. എല്ലാം പോയി,
സകലം തകടം പറഞ്ഞു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഭഗവാനെ, പെട്ടല്ലോ എന്നൊരു ചിന്ത അവരുടെ മനസ്സിലേക്ക് വരുവാണ്. ഇനിയിപ്പം പിങ്കി ആയിരിക്കും ഇനിയിപ്പോൾ ഇവിടെ കാഴ്ചകളൊക്കെ ഇനിയിപ്പം ഇവിടെ പിങ്കി ആയിരിക്കും ഇനിയിപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടുന്നത് എന്നൊക്കെ അവരുടെ മനസ്സിൽ തോന്നുവാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ഇനി ഇവിടെ എന്തൊക്കെ കൂത്ത് കാണിച്ചു കൂട്ടുമെന്ന് പോലും അവർക്ക് സംശയമായി. ആ സമയം നന്ദൂട്ടൻ പറഞ്ഞു, അതെ ഞാൻ പുതിയൊരു ചെടി വെച്ചിട്ടുണ്ട്, ആന്റീനെ കാണിച്ചു തരാൻ വാ എന്ന് പറഞ്ഞിട്ട് നന്ദേനെയും ഗൗരിയനും കൂട്ടി അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയം പിങ്കിയുടെ തലയ്ക്ക് ചെറിയ പെരുപ്പൊക്കെ തുടങ്ങി. പിങ്കി ഇങ്ങനെ ഒരുമാതിരി ആടിയാടി നിൽക്കുകയാണ്. ആ സമയം ഗൗതമും DGP സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പിങ്കി അങ്ങോട്ടേക്ക് വന്നു. പിങ്കിനെ കണ്ടത് DGP ചോദിച്ചു, എങ്ങനെയുണ്ട് പിങ്കി ഗൗതമിനോടൊപ്പമുള്ള ജീവിതം, സന്തോഷകരമാണോന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ പിങ്കി പറഞ്ഞു, ആണോന്നോ, എന്റെ പൊന്നു സാറേ, ഇത്ര നല്ലൊരു ജീവിതം കിട്ടിയത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു എന്നൊക്കെ പറഞ്ഞു DGPയുടെ മുന്നിലേക്ക് ഇങ്ങനെ തൊഴുവാണ്. ഇതെന്ത് പറ്റി ഈ കുട്ടിക്ക് എന്നൊരു രീതിയിൽ DGP ഇങ്ങനെ നോക്കുകയാണ്. പെട്ടെന്ന് ഗൗതത്തിനും കാര്യമൊന്നും മനസ്സിലായില്ല. സാറേ, സാറിനറിയാവോ, ഞാനും ഗൗതം സാറും തമ്മില് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയാണ്. പെട്ടെന്ന് ഗൗതം പറഞ്ഞു, പിങ്കി നീ? അതെ പിങ്കി തന്നെയാ. ഗൗതത്തിന് അറിയാലോ ഞാൻ എത്രമാത്രം ഗൗതത്തെ സ്നേഹിച്ചിരുന്നു. പക്ഷെ ഉണ്ടല്ലോ, ഈ ഗൗതത്തിന് എന്നെ ഇഷ്ടമില്ല സാറേ. ഗൗതം എന്നെ ഇതിനായിട്ടും ഭാര്യയായിട്ട് കണ്ടിട്ടില്ല. ശരിക്കും പറഞ്ഞാല് നന്ദുവിന് വേണ്ടി മാത്രം ഗൗതം എന്റെ കഴുത്തിൽ താലി ആർത്തിയത്, അല്ലാതെ വേറൊന്നിനും വേണ്ടിയില്ല. എന്റെ മനസ്സിലെ വിഷമം എനിക്കല്ലേ അറിയത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നെങ്കിലും പൊലമ്പിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് DGP ഗൗതം ചോദിച്ചു, എന്താ ഗൗതം, എന്ത് പറ്റിയെന്ന് ചോദിക്കുക. അത് പിന്നെ സാറേ എന്നൊക്കെ പറഞ്ഞ് ഗൗതം വിൽക്കുകയാണ്. ഗൗതത്തിന് മനസ്സിലായി മദ്യ ഉള്ളിൽ ചെന്നിട്ടുണ്ടെന്നുള്ള കാര്യം. ഇതെല്ലാം കണ്ടുകൊണ്ട് നെഞ്ചുപൊട്ടി അരുന്ധതിയും മോഹിനിയും ലക്ഷ്മി നിൽക്കുകയാണ്. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടെന്ന് പറഞ്ഞൊരു അവസ്ഥയായിപ്പോയി. എന്തേലും പറയാൻ പറ്റുമോ? ചെന്ന് പിങ്കിനെ പിടിച്ചു മാറ്റാൻ പറ്റുമോ? ഈ കൂത്ത് കാണാനല്ലേ പറ്റുള്ളൂ. ഈ സമയം ഗൗതം ഇങ്ങനെ ആകെപ്പാടെ വിഷമിച്ചിരിക്കുക. സാറിന്റെ മുന്നിൽ നാണം കെട്ട് നിൽക്കുവാണ്. പിന്നീട് പിങ്കി ഇങ്ങനെ ഓരോന്നും കൂടെ പൊലമ്പിക്കൊണ്ടിരിക്കുക. അവസാനം പിങ്കിക്ക് ഇങ്ങനെ തല ഇറങ്ങുന്ന പോലെ തോന്നി. പെട്ടെന്ന് ഗൗതം പിങ്കിനെ ചേർത്ത് പിടിക്കുകയാണ്. ആ സമയത്താണ് നന്ദേ ഗൗരിയും നന്ദൂട്ടിനെ അങ്ങോട്ട് വരുന്നത്. ഈ കാഴ്ച നന്ദ കണ്ടു. നന്ദയ്ക്ക് വല്ലാത്തൊരു സങ്കടമായിപ്പോയി. ഗൗതത്തിന് നെഞ്ചിലേക്ക് പറ്റി ചേർന്ന് കിടക്കുന്ന പിങ്കിനെ. പെട്ടെന്ന് നന്ദനോട് പറഞ്ഞു, അതെ ഇനി ഞങ്ങൾ ഇറങ്ങും കേട്ടോ എന്ന് പറയണം. അല്ല കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ പോരാ ആൻറ്റി. വേണ്ട ഞങ്ങൾ ഇറങ്ങുവാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഗൗതത്തിനെ ഒരു നോട്ടം നോക്കിയിട്ട് നന്ദയും കൊണ്ട് ഇറങ്ങുവാണ്. ആ ഇറങ്ങി പോകുന്ന പോക്കിൽ ആ ഒരു നോട്ടം നോക്കുന്നുണ്ട്. ആ നോട്ടത്തിലെല്ലാം ഉണ്ടായിരുന്നു. കാരണം നന്ദയുടെ നെഞ്ച് പിടയുന്ന ആ ഒരു നോട്ടത്തിൽ അറിയാനായിട്ട് സാധിക്കുമായിരുന്നു. അത്ര വേദനയോട് കൂടിയിട്ടാണ് പോകുന്നത്. കാരണം ഇപ്പോഴും തൻ്റെ കഴുത്ത് കിടക്കുന്ന ആ താലി അത് അദ്ദേഹത്തിനെയാണ്. എന്നിട്ട് വേറൊരുത്തിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന കാണുമ്പോൾ ആർക്ക് ഏത് ഭാര്യയ്ക്ക് സഹിക്കാൻ പറ്റുന്നേ. അതൊക്കെ കണ്ടിട്ട് നെഞ്ച് വിങ്ങി നന്ദ അങ്ങോട്ട് ഇറങ്ങി പോവാ. പിന്നീട് വീട്ടിലേക്ക് വന്നതിന് ശേഷം ഗൗരിമോള് നന്ദയുടെ മടിയിലേക്ക് ഇങ്ങനെ കിടന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നന്ദയോട് പറഞ്ഞു, അല്ല ഞാൻ ഓർക്കുമായിരുന്നു അമ്മയെന്ന് പറയണേ. എന്ത്? അല്ല അത് പിന്നെ ഉണ്ടല്ലോ, നന്ദുവിന്റെ വീട് എന്ത് വലിയ വീടല്ലേ, ആ വീട്ടിൽ താമസിക്കാനായിട്ട് കൊതിയാവെന്ന് പറയണം. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? എന്തോ എനിക്ക് ആ വീട് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്കും അതുപോലെ ഒരു വീടുണ്ടായിരുന്നെങ്കിലോ എന്ന് പറയണം. അതെ വീടിന്റെ വലിപ്പത്തിലൊന്നും ഒരു കഥയുമില്ലെന്ന് ഗൗരി പറയാണ്. ഗൗരി നന്ദ പറയാണ്. അതെന്താ അങ്ങനെ പറഞ്ഞേ? അത് പിന്നെ വീടിന്റെ വലിപ്പത്തിലുള്ള കാര്യം അവിടെയുള്ള സമാധാനത്തിലാന്ന് പറയണം. നമുക്ക് സമാധാനമാണ് വേണ്ടത്, അല്ലാതെ വീടിന്റെ വലിയ വലിപ്പം ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ഗൗരി ഇങ്ങനെ നന്ദനെ നോക്കി. അല്ലമ്മേ ഞാനൊരു കാര്യം ഓർക്കുമായിരുന്നു. എന്താ? അവിടെ വെഡിങ് ആനിവേഴ്സറി ഒക്കെ നടത്തിയില്ലേ? നടത്തി. അതുപോലെ നമുക്ക് ഇവിടെ ഒന്ന് നടത്തിയാലോ എന്ന് ചോദിക്കാം. അതെങ്ങനെ ഇവിടെ നടത്താൻ പറ്റുമെന്ന് ചോദിക്കാം. അത് പിന്നെ അമ്മേ നമുക്ക് നടത്താന്ന് പറയാം. അതിന് ഇവിടെ നടത്താനായിട്ട് അമ്മ തന്നെയല്ലേ ഉള്ളൂ. അതിൻ്റെ ഒരു കാര്യം ചെയ്യണം, എൻ്റെ അച്ഛനെയും കൂടെ കൊണ്ടുവരണമെന്ന് പറയാം. അച്ഛനെ കൊണ്ടുവരാ? അതെ എൻ്റെ അച്ഛൻ കാണുമല്ലോ, അച്ഛനെയും കൂടെ വിളിച്ചോണ്ട് പോവാ, നമുക്ക് വെഡിങ് ആനിവേഴ്സറി ഒക്കെ നടത്താം, അവിടുത്തെ അപ്പോൾ തന്നെ ഇവിടെ നടത്താന്ന് പറയാം. ഇത് കേട്ടതും നന്ദ പറഞ്ഞു, ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഗൗരി, അടങ്ങി ഒതുങ്ങി ഇരുന്നോളൂ കേട്ടോ. വെറുതെ വേണ്ടാത്ത കാര്യം പറഞ്ഞുകൊണ്ട് തല്ലുകൊളുത്തരം മാത്രം പറഞ്ഞുകൊണ്ട് വരത്തുള്ളൂ. എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് കെട്ടരുത്. നീ ഇടയായിട്ട് പറഞ്ഞു ഇത്തിരി കൂടുന്നുണ്ട്. നിനക്ക് അച്ഛനില്ലാന്ന് ഞാൻ പറഞ്ഞു, നിനക്ക് അമ്മ മാത്രം ഉള്ളെന്ന് പറഞ്ഞു, പറഞ്ഞാൽ മനസ്സിലാവില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നന്ദ ദേഷ്യപ്പെടുകയാണ്. ഗൗരിമോൾക്ക് സങ്കടമായി. നന്ദയുടെ മനസ്സിലുള്ള വിഷമാണ് നന്ദ ഗൗരിമോളോട് പറഞ്ഞു തീർക്കുന്നത്. ഗൗതത്തിനോടും എല്ലാവരോടും ഉള്ള ദേഷ്യവും സങ്കടമൊക്കെയാണ് പറയണേ. പക്ഷെ ആ കുഞ്ഞു മനസ്സിന് അറിയത്തില്ലോ കാര്യങ്ങളൊക്കെ. പിന്നീട് ഗൗതം ഓഫീസിലേക്ക് പോകാനായിട്ട് തുടങ്ങുവാണ്. ആ സമയത്ത് പിങ്കി പതുക്കെ കണ്ണു തുറന്ന് ഇങ്ങനെ വരുവാണ്. പിങ്കിയുടെ കെട്ടൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് പിങ്കി ഇങ്ങനെ ചുറ്റും നോക്കി. അപ്പോഴാണ് പിങ്കിയുടെ മനസ്സിലേക്ക് തലേ ദിവസത്തെ കാര്യങ്ങളൊക്കെ വരുന്നത്. താൻ ആ ജ്യൂസ് കുടിക്കുന്നതും അതിനുശേഷം കാണിച്ചു കൂടുന്ന കോപ്രായങ്ങളൊക്കെ. അപ്പോഴേക്കും ഗൗതം വന്നിട്ട് ചോദിച്ചു, കെട്ടുവിട്ടോ പിങ്കിന്ന് ചോദിക്കുകയാണ്. എന്താ ഗൗതം എന്തെങ്കിലും ഞാൻ കാണിച്ചു കൂട്ടിയെന്ന് ചോദിക്കുക. എനിക്കൊന്നും കൂടെ ഓർമ്മ കിട്ടുന്നില്ല, എന്തൊക്കെയോ ഒരു പ്രശ്നമുള്ള പോലെ തോന്നുന്നുണ്ട്. ഞാൻ ഗൗതത്തിനെ ബുദ്ധിമുട്ടിച്ചെന്ന് ചോദിക്കുക.
എല്ലാവരുടെ മുന്നേ നാണം കെടുത്തി എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞെന്ന് വല്ല ബോധം ഉണ്ടോന്ന് ചോദിക്കും. അത് പിന്നെ ഗൗതം അതെ മദ്യം മനുഷ്യനെ ഭ്രാന്തനാക്കുമെന്ന് പറഞ്ഞാൽ എത്ര കറക്റ്റാ. ഇന്നലെ പിങ്കി അതേ ഒരു അവസ്ഥയിലായിരുന്നു പറയണം. അയ്യോ ഞാൻ അറിഞ്ഞോണ്ടൊന്നും അല്ല, ഉം, മനഃപൂർവ്വം ചെയ്തല്ല എന്ന് പറയും. പിങ്കി അറിഞ്ഞോണ്ട് ചെയ്തതൊന്നും അല്ല. പക്ഷേങ്കിൽ നന്ദയെ കുരുക്കാൻ വേണ്ടിയിട്ട് വല്യമ്മ എൻ്റെ അമ്മയും മോഹിനി ചെറിയമ്മ എല്ലാവരും കൂടി ചേർത്ത് ഒരു കളി അങ്ങോട്ട് കളിച്ച. പക്ഷെ അത് കിട്ടിയത് പിങ്കിക്ക് ടൈപ്പ് പോയെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ പിങ്കി പറഞ്ഞു, അല്ല അത് പിന്നെ ഞാൻ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നടക്കാനുള്ളതെല്ലാം നടന്നില്ലേന്ന് ചോദിക്കുക. അതെ എനിക്ക് പോണം, നന്ദുവിന് ട്രീറ്റ്മെന്റ് ഉണ്ട്, നന്ദുവിനെ കൊണ്ട് ആക്കിയിട്ട് വേണം ഓഫീസിലേക്ക് പോകാൻ എന്നും പറഞ്ഞുകൊണ്ട് ഗൗതം അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ്. പിന്നീട് ഗൗതം നേരെ നന്ദേനെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുവാണ്. അപ്പം നന്ദു ഉണ്ട്, നന്ദുവിനെ കൊണ്ടേ ആക്കണമല്ലോ. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ നന്ദു ചോദിച്ചു, അല്ല ഗൗരി എന്തേന്ന് ചോദിക്കുകയാണ്. ഗൗരി അകത്തുണ്ടെന്ന് പറയണേ. എന്നാൽ ഞാൻ ഗൗരിനെ ഒന്ന് കാണട്ടെ ഡോക്ടർ ആൻറ്റി എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നന്ദു അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയം ഗൗതം ഇങ്ങനെ നിൽക്കുക. പെട്ടെന്ന് നന്ദ പറഞ്ഞു, അതെ ഒന്ന് ഇറങ്ങുമായിരുന്നെങ്കിൽ എനിക്ക് കഥ കടയ്ക്കാരെന്ന് പറയണം. നന്ദ എനിക്ക് നന്ദയോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയണം. എന്ത് കാര്യം? എനിക്കൊന്നും കേൾക്കാനില്ലെന്ന് പറയണം. കേൾക്കണം, ഇന്നലെ പിങ്കി കുറച്ച് മദ്യം അകത്ത് നിന്ന് ആകെപ്പാടെ പ്രശ്നമായിരുന്നു പറയാണ്. അത് ശരിക്കും പറഞ്ഞാൽ നന്ദയ്ക്ക് തരാനായിട്ട് എൻ്റെ അമ്മയും വല്യമ്മ എല്ലാവരും കൂടെ കാണിച്ചു കൂട്ടിയതാ. പക്ഷെ പിങ്കി അമ്മ അത് കുടിച്ചതെന്ന് പറയണം. ആ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞപ്പം പിങ്കി അങ്ങനെയൊക്കെ ആയതാ. ഓ ഇതാണോ പറയാനുള്ളത്? ഇത് പറയാനാണ് നിന്നേന്ന് ചോദിക്കണം. എനിക്കിതൊന്നും കേൾക്കണ്ട ഗൗതം സാർ, നിങ്ങൾ പോയി തരുവാണെങ്കിൽ എനിക്ക് ഉപകാരമായിരുന്നു പറയാം. നന്ദേ ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്, എനിക്കൊന്നും കേൾക്കണ്ടെന്ന് പറയണം. അവസാനം ഗൗതം പറഞ്ഞു, നീ എന്താ നീ പെർഫെക്റ്റ് ആണോന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ നന്ദ പറഞ്ഞു, എനിക്കിപ്പോൾ ഗൗതം സാറിനെ ഒന്നും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. എനിക്കിപ്പോൾ ആരെയും ബോധിപ്പിച്ചിട്ട് ഒന്നും നേടാനും ഇല്ലെന്ന് പറയാണ്. പെട്ടെന്ന് ഗൗതം പറഞ്ഞു, നന്ദേ പ്ലീസ് ഞാൻ പറയുന്നൊന്ന് കേട്ട്, ഒന്നും പറഞ്ഞില്ലേ എനിക്കൊന്നും കേൾക്കണ്ടെന്ന്, ഇറങ്ങി പോവാണെങ്കിൽ ഉപകാരമായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് നന്ദ അകത്തേക്ക് ദേഷ്യത്തോടെ കയറി പോവാണ്. ഈ സമയം ഗൗതം എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാ ഇന്ന് നമ്മൾ കണ്ടേ. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.